മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ താൻ പറഞ്ഞതെല്ലാം കണ്ണനും അനന്തവും ലേഖയും വിശ്വസിച്ചു. ഇനി അവൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. താൻ സേഫ് ആണെന്ന് ഓർത്ത് മനസ്സിൽ സന്തോഷിക്കുകയാണ്. തുടർന്ന് മേഘനയെ വിളിച്ചിട്ട് അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം അറിയിക്കുന്നുണ്ട്. സാറ് എനിക്ക് തരാമെന്നേറ്റ പണം എടുത്തു വെച്ചോ, ഇന്നത്തോടെ ഇവിടുത്തെ എൻ്റെ ജോലി കംപ്ലീറ്റ് ആവും എന്ന് സാഗർ പറയുന്നത് കേട്ട് മേഘനാണെങ്കിലും താൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നു എന്ന് ആലോചിച്ച് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ അനന്തുവിൻ്റെ ഹിഡൻ ക്യാമറയിൽ നിന്നും സാഗറിന് എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സാഗർ എവിടം വരെ പോകും എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. അതിനുള്ളൊരു കളി കളിക്കുകയാണ് കേട്ടോ 3 പേരും ചേർന്നിട്ട്. അങ്ങനെ മഹിയെ വിളിച്ചു വരുത്താനുള്ള കണ്ണൻ്റെ ആ തീരുമാനം കേട്ട് സാഗർ ഒന്ന് ഭയപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവരിനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എങ്ങനെ വളച്ചൊടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് സാറേ എന്ന് പറയുമ്പോൾ സാഗർ എന്തിനാ അയാൾ ഇങ്ങനെ ഭയപ്പെടുന്നത്? അയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം മഹി വരുന്നുണ്ട്. മഹി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവളുടെ നേരെ എല്ലാവരും കൂടി കടിച്ചു കീറുന്ന കാഴ്ച കണ്ട് രസിക്കാം എന്നും മനസ്സിൽ പറയുന്നുണ്ട് സാഗർ. പിന്നീട് മേഘനാഥൻ കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കമലേശ്വരത്ത് വരികയാണ്. കാര്യങ്ങളൊക്കെ മഞ്ജു പറഞ്ഞ് ആൻറ്റിയും കരുണയും അറിഞ്ഞു കാണുമല്ലോ. കണ്ണൻ ഇന്ന് തന്നെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. കണ്ണൻ തിരിച്ചു വരുമ്പോൾ കൂടെ മഹാലക്ഷ്മി ഉണ്ടാകില്ല. അങ്ങനെ ഒരു വിചാരണയാണ് അനന്തുവിൻ്റെ വീട്ടിൽ നടക്കുന്നത്. മറ്റൊരു നല്ല കാര്യം കൂടി ഇനി സംഭവിക്കും. ഞാനും മഞ്ജുവും തമ്മിലുള്ള വിവാഹത്തിൻ്റെ ഡേറ്റ് ആൻറ്റി കുറിപ്പിച്ചോ. അതിന് ചിങ്ങം വരെയൊന്നും നീട്ടിക്കൊണ്ട് പോകണ്ട. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ ദുർഗയ്ക്ക്. ശേഷം ഇനി കണ്ണച്ചാരുടെ ഉന്തുവണ്ടി തള്ളാനായിട്ട് അവൾ ഇവിടെ കാണില്ല. ഉണ്ണിയേട്ടനായിരിക്കും എല്ലാം നോക്കി നടത്താനായിട്ട് പോകുന്നത്. എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക്. എല്ലാം ഇന്നത്തോടെ തീരുമെന്ന് കരുണ പറയുന്നത് കേട്ട് സന്തോഷിക്കുകയാണ് മഞ്ജുവും ദുർഗയും. അങ്ങനെ മഹാലക്ഷ്മി എത്തുന്നതും ഇന്ന് ഓഫീസിൽ എന്താ നടന്നത്, തന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ എന്നേക്കാൾ വിശ്വാസമായിരുന്നു എനിക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിക്ക് നേരെ തിരിയുന്നുണ്ട്. സാഗർ അന്നേ ചില മുന്നറിയിപ്പുകൾ തന്നതുകൊണ്ട് ഇന്ന് സാഗറിനോടൊപ്പം തന്നെ അയക്കണമെന്ന് അനന്ത് പറഞ്ഞപ്പോൾ ഞാനതിന് കൂട്ടുനിന്നു. തന്നെക്കുറിച്ച് തൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയൊക്കെ പലതും പറഞ്ഞപ്പോഴും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞാൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് കണ്ണൻ്റെ കാലിൽ വീഴാണ് കേട്ടോ മഹാലക്ഷ്മി ചെയ്യുന്നത്. ശേഷം മഹാലക്ഷ്മി സാഗറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തുറന്നു പറയുന്നുണ്ട്. ഇന്ന് ക്യാബിനിൽ വെച്ച് ഇവനാണ് എന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചത്. കണ്ണേട്ടനോട് എന്നോട് പലതവണ ചോദിച്ചിരുന്നല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇവനെ അവോയ്ഡ് ചെയ്യുന്നത്, അതിനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇന്ന് മഹാലക്ഷ്മി സത്യം തുറന്നടിക്കുമ്പോൾ എങ്കിൽ പിന്നെ തനിക്കത് അന്നേ എന്നോട് പറയാമായിരുന്നു, എന്തുകൊണ്ട് താനത് ചെയ്തില്ല, അതുകൊണ്ട് സത്യം സാഗറിൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് കരുതേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ നേരെ മുഖം തിരിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. കണ്ണൻ്റെ ഈ പെരുമാറ്റം കണ്ട് ശരിക്കും തകർന്ന് തരിപ്പണാവുന്നുണ്ട് മഹാലക്ഷ്മി. ഇതേ സമയം ലേഖയാണെങ്കിൽ നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്, ഇപ്പം ഇറങ്ങിക്കോണം ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ വലിച്ചിഴച്ച് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ ലേഖ ചെയ്യുന്നത്. മഹിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് കരയുന്നുണ്ട് കേട്ടോ ഇതേ സമയം. പക്ഷേ മഹിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ആ കുറ്റബോധയും വേദനയും ഒക്കെ കണ്ണൻ്റെ മനസ്സിലുണ്ട്. സാഗറിനെ എല്ലാ അർത്ഥത്തിലും പൂട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ കണ്ണൻ്റെയും അനന്തുവിൻ്റെയും ലേഖയുടെയും മനസ്സിലുള്ളൂ. അതിനുവേണ്ടി തൽക്കാലത്തേക്കെങ്കിലും മഹിയെ വേദനിപ്പിക്കേണ്ടി വരികയാണ് കേട്ടോ അവർക്ക്. അതുകൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സാഗറാണെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു സാറേ, അവർക്കൊരു കുഞ്ഞു വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ അവരിതെല്ലാം ചെയ്തത്. ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും എന്തായാലും സാഗർ അങ്ങനെ പോകാൻ വരട്ടെ, ഒന്ന് നിൽക്ക്, ഇതുകൂടി കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ണൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അനന്തം എടുത്തു വെച്ച ഒളി ക്യാമറയിലെ ആ ദൃശ്യങ്ങൾ കണ്ട് തകർന്ന് തരിപ്പണാവുകയാണ് കേട്ടോ സാഗരം. അങ്ങനെ എല്ലാ തെളിവുകളോടും കൂടി സാഗറിനെ പൂട്ടുന്നുണ്ട്. എന്തായാലും സാഗറിനെ ഞെട്ടിക്കുന്ന ഒരു ശിക്ഷ തന്നെ കണ്ണൻ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. തുടർന്ന് സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ കോമാളിയാക്കിയതിൻ്റെ പേരിൽ കണ്ണനും അനന്തവും ലേഖയും കൂടിയിട്ട് അവളോട് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്